സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ഫിറോസ് അലി. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കണം. ജീവിതത്തെ നേരിടാൻ വ്യക്തികളുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയോ കൂട്ടുപിടിക്കരുത്. ജീവിതത്തെ ആഘോഷമാക്കണം. മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്ന വിമർശനങ്ങളിൽ, തിരസ്കാരങ്ങളിൽ, കുറ്റപ്പെടുത്തലുകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ തളരരുത്. എല്ലാവരും എന്നെ സ്നേഹിക്കണം, അനുസരിക്കണം, എൻ്റെ കീഴിൽ നിൽക്കണം, എന്നെ ശ്രദ്ധിക്കണം എന്ന് വാശി പിടിക്കരുത്. അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തും. എല്ലാവരെയും സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും എല്ലാ കാര്യവും ചെയ്യാമെന്ന് കരുതരുത്. അത് നിങ്ങളെ ഏറെ അസ്വസ്ഥരാക്കും. അനാവശ്യമായി നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ, വിവേകമില്ലാതെ വാശി പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുന്ന സമ്മർദ്ദവും അസ്വസ്ഥതയും വളരെ വലുതാണെന്ന കാര്യം അറിയുക. മാത്രമല്ല, അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയും ചെയ്യും. സ്നേഹിക്കുന്നവരുടെ മുന്നിൽ തോറ്റുകൊടുക്കുമ്പോൾ നിങ്ങളുടെ മഹത്വം വർദ്ധിക്കുകയുള്ളൂ. വാക്കിന് മറുവാക്കുകൊണ്ട് യുദ്ധം നടത്തുമ്പോൾ മനസ്സുകൾ മുറിവേറ്റ് ബന്ധങ്ങൾ അകലുകയാണെന്നറിയുക. അല്പം വിട്ടുവീഴ്ച മനോഭാവം, തോറ്റുകൊടുക്കാനുള്ള ഹൃദയവിശാലത, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച, ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ആന്തരിക കരുത്ത്, ഇവയെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളെയും സമചിത്തതയോടുകൂടി സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ധീരമായി പ്രവർത്തിക്കുന്നവരാവുക. കടലിലെ തിരയൊന്ന് ഒഴിയട്ടെ എന്നിട്ട് തോണി ഇറക്കാം എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് പ്രശ്നങ്ങളൊന്ന് ഒഴിയട്ടെ എന്നിട്ട് പ്രവർത്തിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ തുഴഞ്ഞ് പ്രശ്നത്തിരകളെ കീറിമുറിച്ച് ജീവിതത്തോണി അതിസാഹസികമായി മുന്നോട്ട് ചലിപ്പിക്കുക. ഒരു കാര്യം തിരിച്ചറിയുക: നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. മറ്റാർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. നശിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ആർക്കാണ് നിങ്ങളെ തകർക്കാനാവുക? മറ്റുള്ളവരുടെ ശക്തിയും വളർച്ചയും കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു. എന്നാൽ നിങ്ങൾ തന്നെ അത്ഭുതങ്ങളുടെ അത്ഭുതമായിരിക്കും. എന്തിന്? നിങ്ങളെപ്പോലെ വേറെ ആരെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ? തികച്ചും വ്യത്യസ്തനാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് മാത്രമായി തികച്ചും വ്യത്യസ്തമായ കഴിവുകൾ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാർത്ഥമായി ഒന്ന് വിശ്വസിക്കൂ. നിങ്ങൾ ശക്തരാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അറിവോടുകൂടി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ശരീരത്തിനുള്ളിൽ നടക്കുന്നു. നാം ഗാഢനിദ്രയിലാകുമ്പോഴും നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സൂര്യനെ പോലെ ശോഭിക്കാൻ കഴിവുള്ള നമ്മൾ മിന്നാമിനുങ്ങിനെ പോലെ ചെറുതായി ചിന്തിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ ചിന്തകളിൽ നിരാശയുടെയും വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും രോഗാണുക്കൾ കയറാതെ നോക്കുക. ഒരു വിത്ത് അഴുകി പരാജയപ്പെടുന്നത് മരമായി വളർന്ന് വിജയിക്കാനാണ്. ഒരു ചെടിയുടെ അടിയിൽ ഒരു വിത്തിന്റെ ശവകുടീരം ഉള്ളതുപോലെ ഓരോ വിജയത്തിന്റെ അടിത്തട്ടിലും നിരവധി പരാജയങ്ങളുടെ ശവകുടീരങ്ങളുണ്ട്. പരാജയം സൃഷ്ടിച്ച് നമുക്ക് വിജയവും സൃഷ്ടിക്കാനാകും. പരാജയത്തിന്റെ അറിവും അനുഭവവും വിജയത്തിന് സഹായകരമാകും. വിജയത്തിലേക്ക് ആകർഷിക്കപ്പെടണം. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർത്താൽ മതിയെന്ന നിസ്സംഗത മനോഭാവം വെടിയുക. ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട കഴിവുകളെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് മുന്നേറണം. മഴവെള്ളം വെറുതെ ഒഴുക്കിക്കളയുന്നവരുണ്ട്. എന്നാൽ ചാലുകീറി കൃത്യസ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടുന്നവരുമുണ്ട്. ലക്ഷ്യബോധമുള്ളവർ വീണുകിട്ടുന്ന ഓരോ അവസരങ്ങളും കൃത്യതയോടെ, വ്യക്തതയോടെ വിനിയോഗിക്കും. ജീവിതത്തെ അങ്ങനെ വിജയകരമാക്കാനും സുന്ദരമാക്കാനും അവർക്ക് സാധിക്കും. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ ഫിറോസ് അലി.